ഞാൻ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഒരു കാര്യം കൂടി ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരികയാണ്. അതായത് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ ദേശീയപാത വികസനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പൂർണ്ണമായും സ്തംഭിച്ച് നിലച്ചു പോയതാണ്. ഇന്ന് അമേരിക്കയിൽ വെച്ച് അക്കാലത്ത് KPCC പ്രസിഡൻ്റായിരുന്നു ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ ആ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞത്, അദ്ദേഹം അന്നൊരു നിലപാട് സ്വീകരിച്ചു. അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും ഒരു നിലപാട് സ്വീകരിച്ചു. പിണറായി എടുത്ത നിലപാടിനൊപ്പം ചെന്നിത്തലയും ഉണ്ടായിരുന്നു എന്നാണ് ചെന്നിത്തല അവകാശപ്പെടുന്നത്, KPCC പ്രസിഡന്റ് എന്ന ഘട്ടത്തിൽ. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഈ ദേശീയപാത വികസനം 45 മീറ്ററിൽ തന്നെ വേണം എന്ന നിലപാട് ഡിമാൻഡ് മുന്നോട്ട് വെച്ചപ്പോൾ അതിന് എതിരായിരുന്നു എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞതൊക്കെ ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അന്ന് പൂർണ്ണമായി സ്തംഭിച്ചു പോയതാണ് ദേശീയപാത വികസനം എന്നുള്ളത് ആ കാലയളവിൽ. പിന്നീട് 2016 അത് പുനരെടുത്തത്. അതിന് പണം 5000 കോടി കിഫ്ബിയിലൂടെ സംസ്ഥാനം കണ്ടെത്തി ഭൂമി ഏറ്റെടുത്ത് ഏറ്റവും മികച്ച നഷ്ടപരിഹാരം കൊടുത്ത് ആണ് ആ ഭൂമി ഏറ്റെടുത്ത് NHAIക്ക് കൊടുത്ത് ദേശീയപാത ഇപ്പോൾ വിവിധ റീച്ചുകളിലൂടെ വിവിധ കോൺട്രാക്ടർമാർ അവരുടെ മേൽനോട്ടത്തിൽ നടന്നു വരും. ഞാൻ ഇതിൻ്റെ ഒരു പശ്ചാത്തലം സൂചിപ്പിച്ചു എന്ന് മാത്രം. പക്ഷേ ഇത് പറയാനൊരു കാരണമുണ്ട് റോണി. ഇന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ചൊരു വാദം മുന്നോട്ട് വെച്ചു. അങ്ങനെ മികച്ച നഷ്ടപരിഹാരം കൊടുക്കാൻ ഇടയായത് 2014 വരെ രാജ്യം ഭരിച്ച UPA സർക്കാരിൻ്റെ മികവ് കൊണ്ടാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ അത് വസ്തുതാപരമായി ശരിയാണോ എന്നൊരു പ്രശ്നം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. അത് പരിശോധിച്ച് പോകേണ്ടത് തന്നെയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് അതേക്കുറിച്ച് പറഞ്ഞത് ആദ്യം കാണാം. യഥാർത്ഥത്തിൽ ഇത് ഹൈവേ നടപ്പാകാനുള്ള കാരണം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് UPA ഗവൺമെൻറ് കൊണ്ടുവന്നുകൊണ്ടാണ്. ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് അത് ഹൈവേ വന്നത്. ആ ആക്ട് കൊണ്ടുവന്നുകൊണ്ടാണ് പണ്ട് 23,000 രൂപ കൊടുത്തിരുന്ന ഭൂമി 10 ലക്ഷം രൂപ കൊടുത്തിപ്പോൾ മേടിക്കാൻ പറ്റുന്നത്. ഹൈവേ പണിയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. 10 കൊല്ലം മുമ്പേ UPA ഗവൺമെൻറ് ഉള്ള കാലത്തും കേന്ദ്രം ഹൈവേ പണിയാൻ തയ്യാറാണ്. അപ്പോൾ ഇവരുടെ ക്രെഡിറ്റിലേക്ക് ഇവർ വെറുതെ പറയുകയാണ്, വേറൊന്നും ഇല്ലാത്തതുകൊണ്ട്. യെസ്, പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ വാദം അത് വസ്തുതാപരമായി ശരിയല്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. കാരണം വസ്തുതകൾ, രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അങ്ങനെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഈ മികച്ച നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കൊടുക്കണം എന്ന ഫെയർ കോമ്പൻസേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരാത്ത നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ലാൻഡ് അക്വിസിഷൻ മൈൻസ് ആക്ടിൻ്റെ പ്രകാരമായി വരുന്നതുണ്ട്. നാഷണൽ ഹൈവേസ് ആക്ട് 1956 അതിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ അത് ഇതിൻ്റെ പരിധിയിൽ ഈ ഫെയർ കോമ്പൻസേഷൻ എന്നതിൻ്റെ വരുന്നില്ല. അങ്ങനെ 13 ഐറ്റങ്ങൾ ഈ UPA സർക്കാർ കൊണ്ടുവന്ന LARR നിയമം ബാധകമല്ലാതിരുന്നു. അതിൽപ്പെട്ടതാണ് ഈ ദേശീയപാത വികസനം എന്നുള്ളത്. ഇതിനെ വിശ്വസിക്കേണ്ട. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ അക്കാലത്ത് വളരെ ശക്തമായ ചർച്ച വന്നു. കേരളത്തിൽ നിന്ന് ഈ വിഷയം ഗൗരവമായി ഉന്നയിച്ച സാഹചര്യമുണ്ട്. അതിനുശേഷം ആ സാഹചര്യങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഉണ്ടായി, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. അത് പ്രതിപക്ഷ നേതാവിൻ്റെ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ്. ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം രാജ്യസഭയിലെ ഒരു ഭാഗം കാണാം, ഒരു വീഡിയോ കാണാം. Urban people, they are waiting for passing of this bill to give their land for the construction of highways. They are waiting to give their land for the construction of railways. They are waiting to give their land for the construction of electric power generation station, metro station, so and so. But sir, whether the people who displace for a national highway project will get this benefit, whether the people who displace for a railway project will get this benefit as per your new legislation, whether the people who displace for a metro rail project will get the benefit as per this act, whether the people who will displace for a electrical power generation project will get this benefit, sir? Definitely no, sir. As per the section 1061, that is the exclusion clause, and there is schedule 4, it enlisted 13 legislation. As per the available statistics, 90% of the acquisition of land in our country is as per this 13 legislation. That means 90% of the land acquisition will not come under the purview of this act. This is actually a gimmick. This is actually a fraudulent activity of the government to the people of this country, and this is an eyewash. യെസ്, ഇതാണെന്ന് രാജ്യസഭാംഗമായിരുന്ന P. രാജീവ് പറഞ്ഞത്. അന്ന് മന്ത്രി ജയറാം രമേശാണ്. ജയറാം രമേശ് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നത് കാണാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച 13 ആക്ടുകൾ പ്രകാരം, അതാണ് രാജീവ് അന്ന് രാജ്യസഭാംഗം എന്ന നിലയിൽ 13 ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഭൂമി ഏറ്റെടുക്കലിന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുമ്പോൾ കൊണ്ടുവന്ന ഫെയർ കോമ്പൻസേഷൻ ആക്ട് ബാധകമല്ല. ഈ 13 ആക്ടിൻ്റെ കീഴിൽ വരുന്ന
ഏതാണ്ട് 90% ലാൻഡ് അക്വിസിഷനും വരുന്നത് ഈ 13 ആക്റ്റുകളുടെ കീഴിലാണ്, അതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ അത്രയും 90% ലാൻഡ് അക്വിസിഷനെ മാറ്റി നിർത്തി കേവലം 10% താഴെ വരുന്ന ലാൻഡ് അക്വിസിഷന് മാത്രം ഫെയർ കോമ്പൻസേഷൻ കൊണ്ടുവരുന്ന ഒരു നിയമം കൊണ്ടുവന്നതിനെയാണ് അക്കാലത്ത് തന്നെ ഐവാഷാണ്, അത് മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടുന്നതാണ്, മനുഷ്യനെ പറ്റിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യസഭയിൽ തന്നെ ആ വിയോജിപ്പുണ്ടായത്. അന്ന് അതിനെതിരെ അവിടെ ഡിവിഷൻ വരെ ഉണ്ടായി, വോട്ടെടുപ്പ് വരെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളുണ്ട്. പിന്നീട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട് മന്ത്രി രാജീവിൻ്റെ ഭാഗത്ത് നിന്ന്. അതുകൂടി കണ്ടുതരാൻ റോണിയിലേക്കും വസീഫിലേക്കും വരാം. നമ്മുടെ ഹൈവേ പൂർത്തീകരിക്കാൻ പോയപ്പോ ഒരു പുതിയ കനകോലു ക്യാപ്സൂൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഇരട്ട ചങ്കൊന്നുമില്ല. ഇതിൽ വന്നിട്ടുള്ളത് മൻമോഹൻ സിംഗിന്റെ ഒരു ചങ്കുമൊന്നും ഇല്ലാത്ത ഒരു നിയമമാണ് ഈ കേരളത്തിലെ ഹൈവേ പൂർത്തീകരണത്തിന് ഇടയാക്കി എന്നുള്ളതാണ്. ആ നിയമം ഇതാണ് സാർ. ആ നിയമത്തിന്റെ 105 പറയുന്നുണ്ട്, പാസാക്കിയ നിയമം. ഞാൻ അന്ന് ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. ആ നിയമത്തിന്റെ 105 സബ്ജക്ട് ടു സബ്സെക്ഷൻ 3 ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ നോട്ട് അപ്ലൈ ടു ദ ഇനാക്ട്മെന്റ് റിലേറ്റിംഗ് ടു ലാൻഡ് അക്വിസിഷൻ സ്പെസിഫൈഡ് ഇൻ ദ 4th ഷെഡ്യൂൾ. 4ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ആക്ടുകൾക്കൊന്നും ഈ നിയമം ബാധകമല്ല. ഇതാണ് അമ്മത്തത്. ഏതാ ഈ 4ാം ഷെഡ്യൂൾ? അതിൽ 7ാമത്തേതാണ് ദ നാഷണൽ ഹൈവേ ആക്ട്. അപ്പോൾ ശ്രീ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം ഹൈവേക്ക് ബാധകമായിരുന്നില്ല. ഞങ്ങളുടെ കമ്മിറ്റി ഏകകണ്ഠമായി, ശ്രീ മണിശങ്കർ അയ്യർക്ക് ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഏകകണ്ഠമായി ഇതുകൂടി ഉൾപ്പെടുത്തണം, ഈ ഷെഡ്യൂൾ മാറ്റണം എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിലെ ശുപാർശ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ശ്രീ ജയറാം രമേശ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഞാനും മറുപടി പറയണം, ശ്രീ ധനകാര്യമന്ത്രി ഒന്നുണ്ടായിരുന്നു, ഞാൻ ഇതിനകത്ത് പ്രസംഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും, അതോടൊപ്പം ശ്രീ ഡി രാജ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അമെന്റ്മെന്റ് പ്രസ് ചെയ്തു. പ്രസ് ചെയ്യുക മാത്രമല്ല, ഞങ്ങളത് വോട്ടെണ്ണിച്ചു. ഡിവിഷന് പോയി. ആ ഡിവിഷൻ പോയതെല്ലാം ഡോക്യുമെന്റ് ഞാൻ വായിക്കുന്നില്ല. ആ ഡിവിഷനകത്ത് 23 വോട്ടേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. പക്ഷെ ചരിത്രത്തിൽ രേഖയായി കിടക്കട്ടെ എന്നുള്ളത് കൊണ്ട് ഞാനത് പ്രസ് ചെയ്തു. രാജ്യസഭ ഡിവിഷൻ വന്നു. അങ്ങനെ അത് ഒഴിവാക്കിയിട്ടാണ് ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. പിന്നീട് അങ്ങ് പറഞ്ഞ ഒരു ഭേദഗതി ചെയ്ത കാലം ഇപ്പൊ പറയുമ്പോൾ നമുക്ക് 2 കൂട്ടർക്ക് അത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ട് ആ ഭേദഗതി ഏത് വർഷത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പൊ ഹൈവേ അങ്ങ് പൂർത്തീകരിക്കാറായപ്പോൾ ഇവിടെയാണ് പുതിയ അതായത് നമ്മൾ ഇത്തരം വിഷയങ്ങളെ വസ്തുതകൾ, രേഖകൾ, ഡോക്യുമെൻറ്റുകളൊക്കെ വെച്ച് തന്നെ സംസാരിക്കണം, വളരെ ഫാക്ച്വലായി സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഒരു പൊസിഷൻ എടുത്തപ്പോൾ അത് ശരിയല്ല എന്ന വാദം എങ്ങനെയൊക്കെയാണ് എന്ന് അതിൽ പങ്കാളികളായ ആളുകൾ തന്നെ വിശദീകരിക്കുന്ന ഭാഗം കൂടി കാട്ടിയത്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് റോണി. നേരത്തെ മന്ത്രി രാജീവ് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ പ്രചാരക ഉപദേശകനായിട്ടുള്ള കനകോലുവിൻ്റെ ക്യാപ്സൂൾ വിശദീകരിച്ചാൽ അതെങ്ങനെ വസ്തുതയാകും? വസ്തുതകൾ ഈ വിശദീകരിച്ച വിധത്തിലാണ്. ഒരു റോളും ഒരു കോൺട്രിബ്യൂഷനും 2014 അവസാനിച്ച ആ മൻമോഹൻ സിംഗ് സർക്കാരിനില്ല കേരളത്തിൻ്റെ ദേശീയപാതാ വികസനത്തിന് ഈ ഫെയർ കോമ്പൻസേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അത് ഈ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ള ഭൂമി വിട്ടുകൊടുക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും മികച്ച ധനസഹായം നൽകണം എന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഗഡ്കരിക്ക് കേരളത്തോടും മുഖ്യമന്ത്രിയോടും ഇത്ര ബഹുമാനം. കാരണം രാജ്യത്ത് ഒരിടത്തുമില്ലാത്ത ഭൂമി വിലയാണ് കേരളത്തിൽ. ആ വിലയ്ക്ക് ഭൂമി എടുത്തു കൊടുത്ത് ദേശീയപാതാ അതോറിറ്റിയോട് ഭൂമി കൊടുത്തിട്ടാണ് പറഞ്ഞത് കേരളം ദേശീയപാത വികസിപ്പിക്കൂ, അല്ലാതെ അവരുടെ പണം വെച്ചല്ല ഭൂമി എടുത്തത്. അപ്പോൾ പിന്നെ ഈ ക്യാപ്സൂൾ ഇറക്കിയാൽ അതെങ്ങനെ സത്യമാകും റോണി? ഞാൻ വളരെ നിഷ്പക്ഷമായി, അല്ലാതെ ശരത്തെ ഞാൻ എൻ്റെ രാഷ്ട്രീയമായിട്ട് അല്ല ഞാൻ സംസാരിക്കുന്നത്, വളരെ നിഷ്പക്ഷമായിട്ട് നമുക്കറിയാം. ഈ 2013 മുൻപ് നമ്മുടെ നാട്ടില് ഒരുപാട് ഇങ്ങനെ സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, റോഡുകൾ, ഹൈവേകൾ പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ സർക്കാർ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ഫെയർ വാല്യൂ. കാരണം നമുക്കറിയാം ഓരോ പ്രദേശത്തും സർക്കാർ തന്നെ നിശ്ചയിക്കുന്ന ഒരു ഫെയർ വാല്യൂ ഉണ്ട്. പക്ഷെ നമുക്കറിയാം, നമുക്ക് എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം, ഈ ഫെയർ വാല്യൂ അല്ല മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഫെയർ വാല്യൂ വെച്ചുകൊണ്ടൊക്കെയാണ് ആദായം ചെയ്യുന്നത്. പക്ഷെ അതിന്റെ 10 ഇരട്ടി ആയിരിക്കും മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. എന്ത് ചെയ്യും? ഏതൊരു സ്ഥലം ഇങ്ങനെ ഫെയർ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാൻ കേൾക്കുന്നവർക്ക് നന്നായി അറിയാം. ഫെയർ വാല്യൂ, മാർക്കറ്റ് വാല്യൂ നന്നായി അറിയാം. ആ പോയിന്റിലേക്ക് ഒന്ന് ചുരുക്കി വന്നാൽ നന്നായി. അത് മുഴുവൻ പിന്നെ കോടതികളില് എല്ലാം ഒരുപാട് ദേശീയപാതയ്ക്ക് നമ്മൾ മാർക്കറ്റ് വാല്യൂ ആണ് കൊടുത്തത്. ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് മാർക്കറ്റ് വാല്യൂ വെച്ചാണ്, ഫെയർ വാല്യൂ അല്ല. അപ്പൊ ഈ 2013 ഈ ആക്ട് വന്നപ്പോൾ, ഈ ആക്ട് വന്നപ്പോൾ അതിന്റെ അകത്ത് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫെയർ കോമ്പൻസേഷൻ. ഫെയർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂവിന്റെ ഇത്ര ഇരട്ടി. അപ്പോൾ ഈ ആളുകൾക്കൊന്നും പിന്നെ അതിന്റെ അകത്ത് ഒരു മികച്ച പാക്കേജ്
അവർക്ക് ഏറ്റവും മികച്ച പാക്കേജ് കിട്ടും. അതിൽ ദേശീയപാതയ്ക്ക് ഭൂമി എടുത്താൽ കൊടുക്കണമെന്ന് പറയുന്നില്ല. ശരത്ത് ഞാനൊരു ഉദാഹരണം സഹിതം തന്നെ ഞാൻ പറയട്ടെ. ഉദാഹരണം, എനിക്ക് 1 മിനിറ്റ് സമയം തന്നു. അതൊക്കെ തരാം. ഇവിടെ അൽഫോൺസ് കണ്ണന്താനം LDFന്റെ MLA ആയിരുന്ന 2006 VS അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്താണ് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിൽ ബൈപ്പാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് തുടക്കം കുറിച്ചത് അൽഫോൺസ് കണ്ണന്താനുള്ള അന്നത്തെ LDFന്റെ MLA. പക്ഷെ എന്ത് ചെയ്തു? ആ കുടുംബങ്ങൾ മുഴുവൻ കോടതിയിൽ പോയി 10-12 വർഷം അത് മുഴുവൻ കോടതി കിടന്നു. പിന്നെ എന്ത് ചെയ്തു? അവർ വീണ്ടും സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ റീനോട്ടിഫിക്കേഷൻ ഇട്ടു. എന്താ? 2013 ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രശ്നങ്ങളുമില്ല. അവർക്കെല്ലാം നല്ല കോമ്പൻസേഷൻ കിട്ടി. ഭൂമി ഏറ്റെടുക്കൽ വളരെ നല്ല രീതിയിൽ നടന്നു. ഇപ്പോൾ ഇതാ അധികം വൈകാതെ തന്നെ ആ അതെന്ത് പ്രോജക്റ്റ് ആയിരുന്നു? അതെന്ത് പ്രോജക്റ്റ് ആയിരുന്നു? എന്ത് പ്രോജക്റ്റ് ആയിരുന്നു? സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു പിന്നെ ബൈപ്പാസ്, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു ബൈപ്പാസ് നിർമ്മാണമാണ്. ഇതങ്ങനെയല്ല. ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് റോണി, ഇതിലൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ടെന്നേ. ദ നാഷണൽ ഹൈവേസ് ആക്ട് 1956 ഓഫ് 1956 ഇത് പ്രകാരം എടുക്കുന്ന ഭൂമി ഏറ്റെടുക്കലിന് ഒരു തരത്തിലും ഫെയർ വാല്യൂ കോമ്പൻസേഷൻ ആക്ട് വരില്ല. അതാണ് അതിലെ നിയമം. മറ്റത് സംസ്ഥാനത്തിന്റെ കീഴിൽ വരുന്ന ഒരു ബൈപ്പാസ് നിർമ്മാണമാണ്. അതൊരു ദേശീയപാതയുടെ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് വിഴിഞ്ഞം വരെയോ അല്ലെങ്കിൽ നമ്മുടെ കേരള അതിർത്തി വരെയോ ഒന്നും പോകുന്ന നിലയ്ക്കുള്ള ഒരു ദേശീയപാത വികസനം അല്ലെന്നേ. രണ്ടും രണ്ടാണ്. ഞാൻ കൃത്യമായി പറയാം. ഒരു ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് പല ആക്ടുകൾ ഉപയോഗിക്കാം. ഇവിടെ പറഞ്ഞ പോലെ ശരത്ത് പറഞ്ഞത് 56 ആക്ടോ 62 ആക്ടോ. പക്ഷെ 2013 ആക്ട് എന്ന് സ്പെസിഫൈ ചെയ്ത് ഇറക്കുന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ശബരി എയർപോർട്ട് വരാൻ പോകുന്നു, ഇത് നമ്മുടെ എരുമേലിയില് പുതിയ വിമാനത്താവളം വരാൻ പോകുന്നു, അതെല്ലാം അതിന്റെ ഓർഡർ പറയുന്നത് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം അല്ലാന്നേ. അത് ഡോക്യുമെന്റ് പ്രകാരം അല്ല. റോണിക്ക് വാദിക്കാം, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഡോക്യുമെന്റ് പ്രകാരം നമ്മുടെ കയ്യിലുള്ള ആർക്കൈവിൽ വളരെ ശക്തമായി ഞാൻ ഡോക്യുമെന്റ് ആണ് കാണിച്ചത്. ഞാൻ ആ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഡോക്യുമെന്റ് വെച്ചാണ് വസീഫിന്റെ അവസരം ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ഏതായാലും താങ്കൾ പറഞ്ഞിട്ടില്ല. ഞാൻ 13 ആക്ടുകൾ പ്രകാരമുള്ള ഭൂമി, അതാണ് മുമ്പ് രാജീവ് പറഞ്ഞ 90% ലാൻഡ് അക്വിസിഷനും. അതിൽ ഞാൻ ഈ പറഞ്ഞത് 7ാമത്തെ ഇനമാണ് നാഷണൽ ഹൈവേസ് ആക്ട്. അത് പ്രകാരം ഭൂമി എടുത്താൽ ഫെയർ വാല്യൂ കോമ്പൻസേഷൻ കൊടുക്കണ്ട എന്നുള്ളതായിരുന്നു മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ വരെ പാസ്സാക്കിയെടുത്ത നിയമം. അപ്പോൾ അതിനെ പിൻപറ്റിയല്ല കേരളത്തിൽ പിണറായി സർക്കാർ ഈ കോമ്പൻസേഷൻ കൊടുത്തത്. അതൊരു കനകോലു ക്യാപ്സൂൾ മാത്രമാണ് എന്നുള്ളതാണ്. സർക്കാരുകൾ ആരും അവരുടെ കയ്യിലിരിക്കുന്ന പണം ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കില്ല. അതുകൊണ്ട് വളരെ റയറായിട്ട് ഇവിടെ ആഗ്രഹിച്ചതേ. അതാ വ്യത്യാസം. കേരളത്തിൽ അങ്ങനെ മനുഷ്യനും പരമാവധി പണം കൊടുത്ത് മാർക്കറ്റ് വാല്യൂവിന് ഭൂമി എടുത്ത് ദേശീയപാത പണിയണം എന്ന് തീരുമാനിച്ച ആഗ്രഹിച്ചുന്ന വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. വസീഫ്, അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടുമുള്ള വേറൊരു കേസ് പറഞ്ഞുതരാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ചെയ്തില്ലെന്നേ. ഈവൻ ഗുജറാത്തും ചെയ്തിട്ടില്ല. ഒറ്റ സ്ഥലം പറയോ? ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയോ? ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയോ? നിങ്ങൾ ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന, പോട്ടെ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാർക്കറ്റ് വാല്യൂവിൽ ഇങ്ങനെ ഭൂമി ഏറ്റെടുത്ത ഒരു വാർത്ത പറയോ? വെറുതെ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, ആളുകൾ കേൾക്കട്ടെ. ഇതാണ് ശരത്ത്, ഞാനിവിടെ പറഞ്ഞില്ല. അല്ല, ഞാനതുകൊണ്ട് ഞാൻ വസ്തുതകൾ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ പറയുന്നവരുടെ കൂട്ടായ്മയാണ്. അങ്ങനെ എല്ലാം അങ്ങനെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. രാഷ്ട്രീയം മാറ്റിവെച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് നേരിട്ട് അറിയാൻ ഉദാഹരണം പറഞ്ഞത്. ആ ഉദാഹരണം ഇതിന് നിൽക്കില്ലാന്നേ റോണി. ഞാൻ എത്ര തവണ പറയണം? അതൊരു ബൈപ്പാസ് ആണ്. രാഷ്ട്രീയം കൂട്ടി തന്നെ അങ്ങനെ ഒഴിവാക്കേണ്ടതല്ല രാഷ്ട്രീയം. അത് സംസ്ഥാന ഗവൺമെന്റിനോ അങ്ങനെ രാഷ്ട്രീയം റോണി, ദേശീയപാത വികസിക്കാത്ത ആ കാലത്തടക്കം കേരളത്തിൽ എത്രയോ ബൈപ്പാസുകൾ വന്നു. അതെങ്ങനെ ദേശീയപാത വികസനം എന്ന് പറയാൻ കഴിയും? ദേശീയപാത വികസനം അല്ല സർ. പ്ലീസ് എനിക്ക് താങ്കളെ പറഞ്ഞ് ധരിപ്പിക്കാനൊന്നും കഴിയും. അതിന്റെ പണിയുമല്ല. പിണറായി സർക്കാർ നാഷണൽ ഹൈവേക്ക് 6000 കോടി രൂപ കൊടുക്കുന്നു പറയുന്നുണ്ടോ? ഇപ്പോൾ എല്ലാ സർക്കാരുകൾ അവർ തുല്യമാക്കാൻ നടപ്പാക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് പങ്കാളിത്തമില്ലാതെ വസീഫ് അതിനുശേഷം ലാൽകുമാറിലേക്ക്, എന്നിട്ട് ഇടവേളയിലേക്ക് പോകും. അതെ, ഇനി കൈരളിയാണ് ഇടയിൽ കയറി എന്നൊന്നും പറയുന്നത്. അതിനി പറയരുത്. നുണ പറയുന്നു വസീഫിനി പറയരുത്. അത് അദ്ദേഹത്തിന് വിഷമമായി. ഞാൻ പറഞ്ഞുതരാന്നേ. പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ഓക്കെ. ഈ കനകൊലു തിയറി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. കനകൊലു കോൺഗ്രസ് കമ്മിറ്റി എന്ന് നമ്മൾ ഇവരെ വിളിച്ചിരുന്നു. കാരണം കോൺഗ്രസിന്റെ യോഗം വിളിക്കുന്നതൊക്കെ കനകൊലു ആയിരുന്നു.
പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു കനകലുവിൻ്റെ ആ ഇതൊന്നും മുമ്പത്തെ പോലെ കോൺഗ്രസ്സുകാരൻ അംഗീകരിക്കുന്നില്ല. കാരണം നുണയൊന്നും കേരളത്തിൽ ഏശില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അതാ കഴിഞ്ഞ ദിവസം ഈ സുധാകരൻ പറഞ്ഞത്, ഇവരൊക്കെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അതൊന്നും നടക്കൂല എന്ന് അവരോട് പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. ആ നുണയൊന്നും ഇവിടെ ഏശില്ല. നോക്കൂ നിങ്ങൾ, ഈ ദേശീയപാത തടയാൻ വേണ്ടി എന്തൊക്കെ ഇവർ ചെയ്തു. വയൽക്കിളികൾ ഓർമ്മയില്ലേ നമുക്ക്? അങ്ങനെ പലതും ചെയ്തു ഇവര്. അങ്ങനെ ചെയ്ത ഇവരുടെ കാലത്ത് ഈ ദേശീയപാത അവസാനിപ്പിച്ചു പോയതല്ലേ? 2013 ഗഡ്കരി ഇത് അവസാനിപ്പിച്ച് ഇനി നടക്കില്ല എന്ന് പറഞ്ഞു പോയതാ. എന്തിനേറെ പറയുന്നു, BJP-യുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പറഞ്ഞില്ലായിരുന്നോ, നാഷണൽ ഹൈവേ കാസർഗോഡ് നിന്ന് ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ ഈ മുഖ്യമന്ത്രിയെയും ഈ മുന്നണിയെയും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ അംഗീകരിക്കണ്ടേ? നിങ്ങൾ രാഷ്ട്രീയം മാറ്റി ചർച്ച ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ഇതാ ചർച്ച ചെയ്യേണ്ടത്. ഈ നാട്ടിലെ ജനങ്ങളുടെ യാത്രാ അവകാശത്തെയാണ് പിന്തുണച്ചത് കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷം. അതിന് എന്തുണ്ട് മാർഗം എന്നാ നോക്കിയത്, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ആലോചിച്ചത്. ഗെയിൽ പൈപ്പ് ലൈൻ ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് അതിന്റെ മുമ്പിൽ വന്ന് നമസ്കാര സമരം നടത്തിയവരാണ് കേരളത്തിലെ UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും SDP-യും അടങ്ങുന്ന സംഘം. മറന്നുപോയത് നിങ്ങൾ. ഓരോ വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന സമയത്ത് എന്തൊക്കെയുണ്ട് അതിനെ തടയാൻ, അതിന് മുടക്കം വരുത്താൻ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം, ആരൊക്കെ കൂട്ടാം, അങ്ങനെ ആലോചിച്ചവരാ നിങ്ങൾ. അതിന് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ, അതിന് നിങ്ങൾ SDPI-യെ, അതിന് നിങ്ങൾ BJP-യെ കൂട്ടാൻ മടിച്ചിട്ടില്ല. നിങ്ങൾ ഒരുമിച്ച് ആ സമരം നടത്തിയത്. ഇവിടെയും അതുപോലെ തന്നെ ഈ സമരത്തിന് മുസ്ലിം ലീഗുകാരും ഈ കോൺഗ്രസും BJP-യും ഒക്കെ ഒരേ സമരപ്പന്തലിൽ സമരം നടത്തിയത് നമ്മൾ കണ്ടതാ. അങ്ങനെ കേരളിനെയും നാഷണൽ ഹൈവേയും ഗെയിലിനെയും വിഴിഞ്ഞത്തെയും എല്ലാം തകർക്കുന്ന, കേരളത്തിന്റെ വികസനത്തെ തുരങ്കം വെക്കുന്നവരായി കേരളത്തിലെ UDF മാറി. ആ UDF-നെ ഇനിയും ഈ കേരളത്തിൽ ആരാണ് സ്വീകരിക്കുക? വികസനം വേണോ, അല്ല തമ്മിൽ തല്ലുന്ന, ഇവിടെ ഒരു മുന്നണിയുള്ള തമ്മിൽ തല്ലി ആളെ കൊല്ലുന്ന ഈ മുന്നണിയെ ഇവർ സ്വീകരിക്കണോ എന്നുള്ളതാ ജനങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. ഈ നുണ പറഞ്ഞ് ഇവരെ കണ്ണിൽ പൊടിയിടാമെന്നുള്ളതൊക്കെ വെറും സതീശന്റെ സ്വപ്നം മാത്രം. ഈ വിഷയത്തിൽ എനിക്ക് ലാലിൻ്റെ കൂടി ഒരു കമൻ്റ് അറിയാനുണ്ട്. VD സതീശൻ അതേക്കുറിച്ച് പറഞ്ഞത് താങ്കൾ കേട്ടു. മുൻകാലത്തെ 2 പ്രധാനപ്പെട്ട വീഡിയോയും ഈ ചർച്ചയുടെ ഭാഗമായി ഫാക്ച്വലായി അവതരിപ്പിച്ചു. അതിലെ ആ ആക്റ്റുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ലാലിന് ഇതിൽ നിന്ന് മനസ്സിലായി പറയാൻ കരുതുന്ന കാര്യം എന്താണ്? അല്ല, എനിക്ക് പറയാനുള്ളത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. റോണി കെ ബേബി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതെന്നാണ് എൻ്റെ ധാരണ. പക്ഷേ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതെയാണ് VD സതീശൻ പറയുന്നത്. VD സതീശൻ പറയുന്നത് കള്ളമാണ്. അത് VD സതീശൻ പറയുന്നത് കള്ളമാണെന്ന് VD സതീശൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ലോയറായിരുന്നു VD സതീശൻ. അതുകൊണ്ട് തന്നെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, 1894 ആക്ടിനെ റീപ്ലേസ് ചെയ്ത് 2013 ആക്ട് വരുന്നത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഡോക്ടർ സിംഗിൻ്റെ കോൺട്രിബ്യൂഷനാണ്. പക്ഷേ അതിൻ്റെ സ്കോപ്പിൽ വരുന്നതല്ല ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തത് എന്താണ്? അത് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് കിടക്കുന്ന ഒരു കാര്യമല്ലേ. പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെ തർക്കിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കേരളത്തിലൊരു വഴി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ്റെ 2013 ആക്ട് ഇൻവോക്ക് ചെയ്യപ്പെടുമോ? ചെയ്യത്തില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ അത് ഹൈവേക്ക് ബാധകമല്ലെന്നേ പറഞ്ഞുള്ളൂ. ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്നൊരു വഴിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ആ വഴി അക്വയർ ചെയ്യുന്ന നേരത്തെ 2013 ആക്ട് ഇൻവോക്ക് ചെയ്യുമായിരിക്കും. ഇല്ലെന്ന് ആര് പറഞ്ഞു? അത് റോണി കെ ബേബിയുടെ അനുഭവത്തിലുള്ള കാര്യം ശരിയുമാണ്. നമ്മൾ പറയുന്നത് ഈ കന്യാകുമാരി തൊട്ട് മേളോട്ട് പോകുന്ന ഈ സ്ഥലത്ത് ഈ ഹൈവേ ദേശീയപാത എന്ന് പറയുന്നതിനകത്ത് നാഷണൽ ഹൈവേസ് ആക്ട് 1956 ആണ് ബാധകമായി വരിക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ അക്വിസിഷൻ്റെ സമയത്തും ഈ ഷെഡ്യൂൾ 4-ലെ ഒരു ആക്ടാണ് അവിടെ ഇൻവോക്ക് ചെയ്യപ്പെടുന്നത്. അവിടെയും 2013 ആക്ടിന്റെ കോമ്പൻസേഷൻ വഴി അല്ലാതെ പോയിരിക്കുന്നു. അത് കറക്റ്റാണ്. ഒറ്റ സെന്റൻസിൽ യാഥാർത്ഥ്യമാണ് ലാല് പറഞ്ഞ കറക്റ്റാണ്. അതായത് അന്ന് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും നിലച്ചുപോയി. 2016 സർക്കാർ മാറുന്നു. ഗെയിൽ അധികൃതർ വന്ന് മുഖ്യമന്ത്രി അടക്കം കാണും. നമ്മളതൊക്കെ ചർച്ച ചെയ്തതായതുകൊണ്ടാണ് ഞാൻ ഓർത്തു പറയുന്നത്. അന്ന് സർക്കാർ മുന്നോട്ട് വെച്ച ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ തുച്ഛമായ നാമമാത്രമായ കോമ്പൻസേഷൻ മാത്രമാണ് ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് കൊടുക്കുന്നത്. കേരളം പോലൊരു സംസ്ഥാനത്തിൽ അത് സാധ്യമല്ല. നിങ്ങൾ അത് റീഷെഡ്യൂൾ ചെയ്യാൻ, റീസ്ട്രക്ചർ ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾ കൂടുതൽ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണോ? തയ്യാറാണ് എങ്കിൽ അവരുമായി സംസാരിച്ച പദ്ധതി നടക്കാൻ വേണ്ടത് ചെയ്യാം. ഇതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി. അതനുസരിച്ച് ഗെയിൽ അധികൃതർ അവരുടെ കോമ്പൻസേഷൻ പാക്കേജ് വർദ്ധിപ്പിച്ചു, കൂട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേഗം
കേരളത്തിൽ ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ ഇപ്പൊ UDF കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ ഗെയിൽ പദ്ധതിക്ക് എതിരായിരുന്നു CPIM എന്നാ. അതിങ്ങനെയൊക്കെയാ മാറിയത്. ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട കോമ്പൻസേഷൻ കുറഞ്ഞു പോയി എന്നുള്ളതിനെതിരായിരുന്നു CPM. അതാണ് അവിടുത്തെ പ്രശ്നം. അതിന് പക്ഷേ ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ സമരം ചെയ്യുന്നു പറഞ്ഞാൽ അത് കോമ്പൻസേഷൻ കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്തതിനെ ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ കോൺഗ്രസ് മാറ്റുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർപ്പിച്ചു. ഇപ്പം തന്നെ സമയമെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് എതിരായിരുന്നില്ല, പക്ഷേ അതിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കുന്നതിലേക്കാണ് പിന്നീട് ആ സർക്കാർ മാറിയത് എന്നുള്ളതാണ്. അതിലെ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സാന്ദർഭികമായി പറഞ്ഞത്.